അറിവുമില്ല തിരുവുമില്ല അറിവുമില്ല തിരുവുമില്ല 4 കോടി 42 ഈശ്വരന്മാർ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ നാട്ടിലല്ല തമ്പ്രാന്റെ കള്ള് കൈക്കൊത്ത കർമ്മോ അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ ഈ നാട്ടിലല്ല തമ്പ്രാന്റെ കള്ള് കൈക്കൊത്ത കർമ്മോ എങ്ങട കർമ്മോ കൈപ്പറ്റനേട്ടോ ഡപ്പനപ്പൂപ്പന്മാരെ എങ്ങട കർമ്മോ കൈപ്പറ്റനേട്ടോ ഡപ്പനപ്പൂപ്പന്മാരെ അടാടാടാട് ആടാടും ദേവികളെ
എന്തോ ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു അല്ലേ? യെസ്. എങ്ങനെയുണ്ടായി ഫോക്ക് സോങ് റൗണ്ട്? സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ എന്തോ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു സർ. മകള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് രണ്ട് മൂന്ന് ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത്. ഇപ്പൊ തുടക്കം ഒന്ന് പാടിക്കേ. ആദ്യ പിറന്ന മുത്തപ്പന്മാരെ അതേ ഉള്ള മുത്തപ്പന്മാരായിരുന്നു വേറെ വഴിക്ക് പോയത് കേട്ടോ. അത് കുഴപ്പമില്ല. ഇനിയിപ്പം മുത്തപ്പനെ നീ കൈക്കലാക്കി കേട്ടോ മക്കളെ. അതുപോലെ തെക്കേലെ അത് തുടങ്ങുന്നില്ലേ, ആ ഒരു 4 ലൈൻ ഒന്ന് പാടാമോ മോനെ? തെക്കേലെ ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് കുട്ടികളുടെ അപ്പനങ്ങിട് ഊതാൻ പോയി. മതി മതി മക്കളെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു തുടക്കവും ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭവമാണ് കുറച്ചൊരു സുഖമില്ലാതെ തോന്നിയത്. ടുവേർഡ്സ് എൻ്റെ നീ വലിച്ച് കീറി ഒട്ടിച്ച് ആസാദ്യം. പിന്നെ ഈ നല്ല കുഞ്ഞുങ്ങളെ കോറസൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ഡാൻസേഴ്സ് നന്നായിരുന്നു. ഒരു ടെമ്പോ ചേഞ്ച് ഇവരൊക്കെ എന്ത് രസമായിരുന്നു അവര്. ആഹാ. അപ്പൊ മക്കളെ ഇതൊക്കെ അത് നല്ലൊരു അനുഭവമായിരുന്നടാ. ആ 2 കുഴപ്പം അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി മുത്തപ്പൻ തന്നതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. മേബു ഭയങ്കര എഫക്റ്റീവ് പെർഫോമൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് ചൂസ് ചെയ്തത് നല്ലൊരു ആപ്റ്റ് സോങ് ആയിരുന്നു. ഈ ഒരു റൗണ്ടിന് നല്ലൊരു ഓളമുള്ളൊരു പാട്ട്. നന്നായി പാടി. ശ്രുതി ശുദ്ധമുണ്ട് യുവർ വോയിസ്. എന്ത് പാടിയാലും ഒരു പൂച്ച എവിടുന്ന് വീണാലും 4 കാലിൽ വീഴുന്നു പറയില്ല. അപ്പൊ എങ്ങനെ പാടിയാലും യു ആർ ജസ്റ്റ് ഓൺ ഡോട്ട്. വെരി വെരി നാച്ചുറലി ഗിഫ്റ്റഡ്. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ ഈ അതൊരു ചക്കി മാമിക്ക് എന്താണ് സക്കി മാമി. അത് ഓരോ പ്രാവശ്യം പാടുമ്പോൾ ഒരു സ്ഥലത്ത് പാടുമ്പോൾ ഒരു നോട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എന്താ കറക്റ്റ് എന്ന് മാത്രം. ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് അതാണോ അതാണോ അതാണ് തോന്നുന്നു, ഞാൻ കേട്ടത്. മക്കളെ പാടിക്കോ, ഒന്നുകൂടെ പാടിക്കേ. തെക്കേലെ ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് കുട്ടികളുടെ ആ നോട്ടുണ്ടോന്നാണ് ഉണ്ണി ചോദിക്കുന്നത്. അതുണ്ടോ തോന്നലാണോ? അതാണോ അതാണോ? എനിക്ക് തോന്നി, ഞാൻ കേട്ടതിന്റെ പ്രശ്നം അറിയില്ല. പക്ഷെ രണ്ടും നന്നായിരുന്നു. മാറി മാറി പാടിക്കോ. അപ്പൊ അതൊരു സംശയം പിന്നെ തീർത്താ മതി. ഓക്കെ ബട്ട് സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. എന്തോ സർ അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. ഞാനും ഈ പറഞ്ഞ തന്നെ ഈ തെക്കേലെ ആണ് മെയിൻ ആയിട്ട് ഒരു ഇതിട്ട് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂക്കിൽ കാടിച്ചിട്ടും അല്ലേ? മൂക്കിൽ കാടിച്ചിട്ടും വയ്യ. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഔട്ടായ പോലെ തോന്നി. ബാക്കി എല്ലാവരും കൂടെ ആ ഒരു ഓളത്തിൽ അങ്ങ് പോയി. പിന്നെ ഡാൻസേഴ്സും കോറസ് സിംഗേഴ്സും എല്ലാവരും കൂടി ആയപ്പോഴേക്കും അതൊരു ഫെസ്റ്റീവ് മൂഡായി. അതെ, എന്തായാലും നല്ലതാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇനി മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ. എന്തോ മാർക്ക്. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. സെയിം 8.5. താങ്ക് യു സർ. ഉണ്ണി സർ. നല്ലോണം ഉണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചോടാ, നല്ലോണം ഉണ്ട്. ഉണ്ണി ചുമ്മാ പറഞ്ഞിട്ടാണ്ട് 1.5 മാർക്കൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട് കേട്ടോ, 1.5 മാർക്ക്. നിനക്കൊണ്ടടാ. ഓക്കെ, സോ ടോട്ടൽ 17. ഓൾ ദി ബെസ്റ്റ് മെമ്പു. താങ്ക് യു.